എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും കുഞ്ഞു മനസ്സിലേക്ക് സ്വാഗതം. പേര് പോലെ തന്നെ ഇത് കുഞ്ഞുങ്ങളുടെ കുഞ്ഞു മനസ്സിലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും കൊച്ചു കൊച്ചു സങ്കടങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ചാനലാണ്. ആദ്യമേ തന്നെ പറയട്ടെ, ഞാനൊരു പാരൻറ്റിങ് എക്സ്പേർട്ട് അല്ല. പക്ഷേ പാരൻറ്റിങ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്ന നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരു സാധാരണ അമ്മയാണ്. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഒട്ടുമിക്കതും നിങ്ങളിൽ പലരും ചെയ്യുന്നതായിരിക്കും. എങ്കിലും ഇതൊരാൾക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അത്രയും സന്തോഷം. ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക എല്ലാ വീടുകളിലും അച്ഛനും അമ്മയും ഒക്കെ ജോലിക്ക് പോകുന്നവരായിരിക്കും അല്ലേ? അപ്പോൾ പൊതുവെ എല്ലാ അച്ഛനും അമ്മയും പറയുന്ന ഒരു സങ്കടത്തോടെ പറയുന്ന ഒരു കാര്യമാണ് മക്കളുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഒരു 5 മിനിറ്റ് കിട്ടിയാൽ പോലും നമ്മളുടെ മക്കളുടെ കൂടെ എങ്ങനെയാണ് ഇഫക്റ്റീവായി ടൈം സ്പെൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുവഴി എങ്ങനെയാണ് നമ്മളും മക്കളും തമ്മിലുള്ള ഇമോഷണൽ ബോണ്ടിങ് സ്ട്രോങ് ആക്കുക എന്ന് നോക്കാം. കുഞ്ഞു മക്കളെ നമ്മൾ മടിയിലിരുത്തി ചേർത്ത് പിടിച്ച് അവരുടെ നെറ്റിയിലും കുഞ്ഞിക്കവിളിലും കണ്ണിലും ചെവിയിലും കഴുത്തിലും ഒക്കെ ഉമ്മകൾ കൊടുക്കാം. ഇതൊക്കെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. കുഞ്ഞിനെ തോളിൽ ചേർത്ത് കിടത്തി പുറത്തേക്ക് വളരെ സാവധാനം തലോടി കൊടുക്കാം. കുഞ്ഞിക്കൈ നിവർത്തി കൈക്കുള്ളിൽ ഉമ്മ വയ്ക്കാം. കൈവിരലുകൾ ഓരോന്നും വളരെ മൃദുവായി തലോടി കൊടുക്കാം. പകൽ മുഴുവൻ ഓടി തളർന്ന കുഞ്ഞു കാൽപാദങ്ങളൊക്കെ വളരെ സാവധാനം തലോടി കൊടുക്കാം. ഇതൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ ഉള്ളിൽ നിന്നൊരു ദീർഘനിശ്വാസം വരും. അതുവരെ അച്ഛനെയും അമ്മയും ഒക്കെ കാണാതിരുന്ന സങ്കടം എല്ലാം അതിലൂടെ പുറത്തു പോകും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഈ സമയത്ത് മക്കളോട് സ്കൂളിലെയോ ഡേ കെയറിലെയോ പ്ലേ സ്കൂളിലെയോ ഒന്നും വിശേഷങ്ങൾ നമ്മൾ ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ആ ഒരു സമയം മക്കൾ വെറുതെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് ചേർന്നിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. മക്കളുടെ വയറിലും കക്ഷത്തും പുറത്തും പാദത്തിൻ്റെ അടിയിലൊക്കെ നമുക്ക് ഇക്കിളിയാക്കി കൊടുക്കാം. അവരങ്ങനെ കുടുകുടെ പൊട്ടിച്ചിരിക്കട്ടെ, നമുക്കും അവരോടൊപ്പം പൊട്ടിച്ചിരിക്കാം. ആ ഒരു ദിവസം അപ്പോഴായിരിക്കും നമ്മളും മക്കളും മനസ്സ് തുറന്ന് ചിരിക്കുന്നത്. നമ്മളുടെയും മക്കളുടെയും ആ ദിവസത്തേക്കും പിറ്റന്നേത്തേക്കുമുള്ള ഒരു എനർജിയാണ് ആ പൊട്ടിച്ചിരിയിൽ നിന്ന് നമുക്കും മക്കൾക്കും കിട്ടുന്നത്. മക്കളെ ഇങ്ങനെയൊക്കെ കൊഞ്ചിച്ചിട്ട് നിങ്ങൾ വീട്ടിലെ മറ്റു പണികളിലേക്ക് പോകുന്നതിന് മുമ്പ് അവരോട് പറഞ്ഞിട്ട് പോകണം, അമ്മയ്ക്ക് കുറച്ച് പണിയുണ്ട്, എന്നാൽ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ അമ്മ ഓടി വരാം, അപ്പം നമുക്ക് മോൻ ഇഷ്ടമുള്ളതൊക്കെ അല്ലെങ്കിൽ മോൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കളിക്കാം. അപ്പോൾ കുട്ടിക്ക് വളരെ സന്തോഷമാവും. ഇങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോൾ കുഞ്ഞിന് അത്ര വിഷമം ഉണ്ടാവില്ല. പിന്നീട് സമയം കിട്ടുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് വന്ന് കളിക്കാനും ശ്രദ്ധിക്കണം. നമ്മൾ മറ്റു പണികളിലേക്ക് പോകുമ്പോൾ കുഞ്ഞിനോട് ഇനി മോള് പോയി പഠിച്ചോ അല്ലെങ്കിൽ കളിച്ചോ അങ്ങനെയൊക്കെ പറയുന്നതിന് പകരം കുഞ്ഞിനെ കുറച്ചു നേരം വെറുതെ ഇരിക്കാൻ അനുവദിക്കാം. അച്ഛനോടും അമ്മയോടും സ്പെൻഡ് ചെയ്ത ആ നല്ല നിമിഷങ്ങളെക്കുറിച്ച് കുഞ്ഞ് കുറച്ചു നേരം ആലോചിച്ചിരിക്കട്ടെ. ആ നല്ല ഓർമ്മകൾ അവരുടെ കുഞ്ഞു മനസ്സിൽ എന്നും തങ്ങി നിൽക്കട്ടെ. കുറച്ച് വലിയ മക്കളാണെങ്കിൽ അവരെ നമ്മുടെ അടുത്ത് ചേർത്തിരുത്തി നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ നമുക്ക് അവരോടും ചെയ്യാവുന്നതാണ്. മക്കളെ മടിയിൽ കിടത്തി തലമുടിയിൽ മൃദുവായി തലോടി കൊടുക്കാം. തലമുടിയിൽ എണ്ണ തേച്ച് മസാജ് ചെയ്തു കൊടുക്കാം. തലയിൽ താരനുണ്ടോ എന്നൊക്കെ നോക്കി കൊടുക്കാം. ഇത് ആഴ്ചയിൽ ഒരു 2-3 തവണ ചെയ്യാൻ ശ്രമിക്കുക. ഇനി 2-3 തവണ പറ്റിയില്ലെങ്കിലും ഒരു തവണയെങ്കിലും നമ്മൾ മക്കൾക്ക് തലയിൽ എണ്ണ തേച്ച് കൊടുക്കണം. ഈ ഒരു സമയത്ത് അവർക്ക് നമ്മളോട് മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. മക്കൾ എന്തെങ്കിലും എഴുതുകയോ വായിക്കുകയോ വരയ്ക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ അടുത്ത് പോയി വളരെ സാവധാനം അവരുടെ തലമുടിയിലും പുറത്തുമൊക്കെ മൃദുവായി തലോടി കൊടുക്കാം. ഇതൊക്കെ അവർക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. മക്കൾ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് അവരുടെ അടുത്ത് പോയി വളരെ സാവധാനം അവരുടെ തലയിലും പുറത്തൊക്കെ തലോടി കൊടുക്കാം. ഇതൊക്കെ അവർക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ മക്കളോട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലോ മക്കളുടെ കയ്യിലോ മൊബൈൽ ഫോൺ, ടാബ്, ലാപ്ടോപ്പ് അതൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ നമ്മളും മക്കളും തമ്മിലുള്ള ആ ഒരു ഇമോഷണൽ ബോണ്ടിങ്
സ്ട്രോങ് ആവുകയുള്ളൂ. ജോലിക്ക് പോകുന്ന അച്ഛനമ്മമാർക്ക് മാത്രമല്ല, വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള പാരൻസിനും ഇതൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ അച്ഛനമ്മമാരും മക്കളും ഒക്കെ ഹാപ്പി ആയിട്ടിരിക്കൂ. നല്ലൊരു വീഡിയോയുമായി ഉടനെ വരാം. എല്ലാ മക്കളും നല്ല മക്കളായി വളർന്നു വരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.